I'm going to talk about the fire of God, especially the fire of Pentecost. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പെന്തിക്കോസ്തിന്റെ അഗ്നി എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ തീ എന്നതിനെക്കുറിച്ചാണ്. As the Lord leads, we will move, and maybe I'll be giving a lot of verses today. ഇന്ന് ദൈവം അനുവദിച്ചാൽ നാം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഒത്തിരി വേദവചന ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. And you can write down these verses systematically. ഈ വചനഭാഗങ്ങളെല്ലാം തന്നെ ക്രമമായി തന്നെ ദയവായി എഴുതിയെടുത്താലും. And as we journey through these verses, I believe there will be a release of the fire of God on people today. ഞാൻ ഈ ഒരു ആത്മീയ യാത്രയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ വചന സന്ദേശത്തിന്റെ യാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി നിങ്ങളുടെ മേൽ പകരപ്പെടാൻ പോകുകയാണ്. Hallelujah. Hallelujah. There are two kinds of believers in the world. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസികളുണ്ട്. One is flammable Christians. ഒന്നാമത്തേത് കത്തുന്ന വിശ്വാസികൾ. The other is not at all flammable. മറ്റുള്ള വിശ്വാസികളാകട്ടെ ഒരിക്കലും കത്താത്തവരുമാണ്. Reinhard Bonnke calls them asbestos Christians. അത്തരത്തിലുള്ള വിശ്വാസികളെ റെയ്നാർഡ് ബോങ്കെ എന്ന് പറയുന്ന ദൈവദാസൻ വിളിച്ചിരിക്കുന്നത് ആസ്പെറ്റോസ് വിശ്വാസികൾ എന്ന പേരിലാണ്. They cannot be set on fire. ആസ്പെറ്റോസ് ഷീറ്റ് കത്തുപിടിക്കാത്തതുപോലെ അവർക്കൊരിക്കലും കത്തുപിടിക്കുന്നില്ല. But there are Christians highly flammable. എന്നാൽ ചില വിശ്വാസികളുണ്ട് വേഗത്തിൽ കത്തുപിടിക്കുന്നവരാണ്. You might have noticed this on tanker lorries, petroleum product. When they transport petroleum products, they write it highly inflammable. സാധാരണ നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്രോൾ വഹിച്ചു കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ ലോറികളുടെയൊക്കെ പുറകിലായിട്ട് എഴുതിയിട്ടുണ്ടാവും വേഗത്തിൽ കത്തുപിടിക്കുന്നവ എന്ന പേരിൽ. That's why if that kind of a tanker lorry is in some accident, the fire force would come very quickly. ഇത്തരത്തിലുള്ള ഒരു ടാങ്കർ ലോറിക്ക് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപകട സ്ഥലത്തേക്ക് അഗ്നിശമന സേനാനികൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. Why? Because they are highly inflammable. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്തിരിക്കുന്ന ഇന്ധനം അത് വേഗത്തിൽ കത്തുപിടിക്കുന്നതാണ്. Before I deliver this message, I'm asking you this question: are you flammable? ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ എല്ലാ വിശ്വാസികളോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇത്തരത്തിൽ വേഗത്തിൽ കത്തുപിടിക്കുന്ന ഒരു വിശ്വാസിയാണോ? If you are, lift your hands. അങ്ങനെയാണെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചാലും. പെട്ടെന്ന് കത്തുപിടിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ പേരൊന്നും ആരെങ്കിലും എന്നോട് പറഞ്ഞു തന്നെ. പെട്ടെന്ന് കത്തുന്നു. മരം കത്തുപിടിക്കും. പുല്ല്, പഞ്ഞി, വിറക്, വൈക്കോല്, പെട്രോൾ, എണ്ണ പെട്ടെന്ന് കത്തുപിടിക്കുന്നു. ഗ്യാസ്, പെട്രോൾ പോലെയുള്ളത് പെട്ടെന്ന് കത്തും. വസ്ത്രങ്ങൾ എല്ലാം പെട്ടെന്ന് കത്തുപിടിക്കാത്ത കുറച്ച് സാധനങ്ങളുടെ പേര് പറഞ്ഞു. കല്ല്, ലോഹങ്ങൾ, കല്ല് വിശ്വാസികളുണ്ടെങ്കിൽ കൈ ഉയർത്ത്. ഒരു സെൻഡ് ഓഫ് വരാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഒരു സ്പെഷ്യൽ വണ്ടി വിളിച്ച് യൂബർ ബുക്ക് ചെയ്ത് എല്ലാവരും അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. കല്ല് വിശ്വാസികൾ. പിന്നെ വെള്ളം വിശ്വാസികളുണ്ട്, കത്തുപിടിക്കാത്ത ടൈപ്പ്. പാറയെപ്പോലെ ഉറച്ച വിശ്വാസം നല്ലതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വരുമ്പോൾ പെട്ടെന്ന് കത്തണം, ഇല്ലെങ്കിൽ സ്വർഗം എടുക്കില്ല. No admission. Acts 2:3 says they saw what seemed to be tongues of fire that separated and came to rest on each of them.
അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം അതിന് 3-ാമത്തെ വചനം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളുകൾ തുറന്നു വെച്ച് ചേർന്ന് ഉറക്കി വായിക്കാമോ? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. Christian life is not a religious life. ക്രിസ്തീയ ജീവിതം അത് മത ചടങ്ങുകളുടെ ഒരു ജീവിതമല്ല. Going to church, coming back, going to church, coming back, go to church, coming back, 2 years, 4 years, 8 years, 16 years, going to church, coming back, 50 years, 60 years, going to church, coming back, nothing happens. പള്ളിയിൽ പോകുന്നു, സഭയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, സഭയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആരാധനയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു, യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. I am a stone believer. പക്ഷേ ഞാനൊരു ഉറച്ച വിശ്വാസിയാണ്. കല്ല് വിശ്വാസി. പറഞ്ഞേ. കല്ല് വിശ്വാസി. കത്തുന്നില്ല, ഒരു കത്തലുമില്ല. എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാര് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കത്താൻ തുടങ്ങി. ഫ്ലാമബിൾ ബിലീവേഴ്സ്. കത്തുന്ന ശിഷ്യന്മാരായിരുന്നു അവർ. വചനം പരസ്പരം അവർ എന്ത് കത്തായിരുന്നല്ലോ. കർത്താവ് വചനം ആദ്യം തിരിച്ചറിഞ്ഞില്ല, കർത്താവാണെന്ന് പോലും അറിയില്ല. ആരാനും വഴിപോക്കൻ വചനം പറഞ്ഞിട്ട് പോലും അവർ കത്തി. വചനത്തിന്റെ കോണ്ടാക്ട് വന്നാൽ കത്തുന്ന വിശ്വാസികളെയാണ്. ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പോകും. ഞങ്ങളത് സ്വീകരിക്കുകയാണപ്പാ. ഇത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്. അടുത്തിരിക്കുന്ന ആളെ വിരൽ ചൂണ്ടിട്ട് ചോദിച്ചേ, കത്താറുണ്ടോ? കത്താറുണ്ടോ? പുറത്ത് കത്താറുണ്ടോ? കത്താറുണ്ടോ? So they saw, on the day of Pentecost, they saw what seemed to be tongues of fire that separated and came to rest on each of them. അന്ന് അവർ കണ്ട പെന്തിക്കോസ്ത് ദിനത്തിൽ അവർ കണ്ട കാഴ്ച എന്തായിരുന്നു? വായിക്കാമോ? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ ഒരു അഗ്നിജ്വാല കണ്ടുവാണെങ്കിൽ കുഴപ്പമില്ല, കണ്ടിട്ട് വീട്ടിൽ പോയി. അങ്ങനെയല്ല സംഭവം. ആ ജ്വാലകൾ പറഞ്ഞേ, ആ ജ്വാലകൾ, അഗ്നിജ്വാലകൾ, ആ അഗ്നിജ്വാലകൾ ആദ്യം അവർ കണ്ടു പ്രത്യക്ഷമായി. എൻ്റെ തലയിൽ പ്രത്യക്ഷമായത് എനിക്ക് കാണാൻ പറ്റുമോ? ഇങ്ങോട്ട് തിരിയും തോറും ജ്വാല നീങ്ങും. ജ്വാല അതനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പുള്ളിക്കാരുടെ തലയിലത്തെ എനിക്ക് കാണാം. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ 120 പേര് 120 പേര് ബാക്കിയുള്ള 119 പേരെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ തലയിൽ കാണാൻ പറ്റുമോ? പക്ഷേ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. അഗ്നിജ്വാല പതുക്കെ 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 തലയുടെ ഉള്ളിലോട്ട് ഇറങ്ങി കഴുത്തിൽ കൂടി നേരെ ഇറങ്ങി അവരിലങ്ങ് പതിഞ്ഞു. Amen. Hallelujah. Hallelujah. Yes, Lord. Yes, yes, yes. When they came out, they came with the power, the fire. They were carrying the fire. അവർ ആ മാളിക മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർ പുറത്തു വന്നത് അകത്ത് വെച്ച് അവരുടെ മേൽ പതിഞ്ഞ ആ തീയുമായിട്ടായിരുന്നു. Peter is carrying his fire.
പത്രോസ് അവന്റെ തീയും വഹിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. His brother Andrew is carrying his fire. അവന്റെ സഹോദരൻ അന്ത്രയോസ് അവന്റെ മേൽ പതിഞ്ഞ അഗ്നിജ്വാലയുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. Doubting Thomas is carrying his fire. അതിനു മുന്നമേ സംശയക്കാരനായ തോമസും ഇതുപോലെ അവന്റെ അഗ്നിജ്വാലയുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. Philip is carrying his fire. ഫിലിപ്പോസ് അവന്റെ മേൽ ഇറങ്ങിയ അഗ്നിജ്വാലയുമായി പുറത്തിറങ്ങി. Bartholomew is carrying his fire. ബർത്തിലോമായി അതുപോലെ തന്നെ ആ തീയുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. James is carrying his fire. യാക്കോബ് അവന്റെ തീയുമായി ഇറങ്ങി വന്നു. Matthias is carrying his fire. മത്തിയാസ് അതുപോലെ അവന്റെ തീയുമായിട്ടാണ് ഇറങ്ങി വന്നത്. And all the ladies there carrying their own fire. അവിടെ ഉണ്ടായിരുന്ന സഹോദരിമാരും സ്ത്രീകളും അവരുടെ മേൽ പതിഞ്ഞ അഗ്നിജ്വാലയുമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. Mary, the mother of Jesus, carrying her fire. യേശുവിന്റെ അമ്മയായ മറിയയും അവളുടെ മേൽ തന്നെ പതിഞ്ഞ 120 people, 120 fire. 120 പേരുടെ മേലും കൂടെ 120 അഗ്നിജ്വാലയുമായിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വന്നത്. I didn't need to borrow her fire. എനിക്ക് ഇവളുടെ തീയെ കടം മേടിക്കേണ്ട ആവശ്യമില്ല. 2 ദിവസത്തേക്ക് ആ തീയൊന്നും എനിക്കിതാ. No, I have my own fire. ഒരിക്കലും വേണ്ട, എനിക്ക് എൻ്റെ മേൽ കത്തുന്ന ഒരു തീയുണ്ട്. ആമേൻ. This was not a natural fire. ഓർക്കുക, ഇത് ഒരു സ്വാഭാവികമായി പ്രകൃതിയിൽ ഉളവാകുന്ന ഒരു തീ അല്ലവേ അല്ല. This is not the fire that came from the under room. They were in the upper room. It was not coming from the under room kitchen. ഓർക്കുക, ഈ തീ വന്നത് ഇവരിരുന്നത് മാളിക മുറിയിൽ അപ്പർ റൂമിലാണ്. എന്നാൽ താഴെയുള്ള അടുക്കളയിൽ എരിഞ്ഞു തുടങ്ങിയ തീ അല്ലായിരുന്നു ഇവരുടെ മേൽ ഇറങ്ങി വന്ന തീ. It was not a fire from the cigarette lamp. Somebody was trying to smoke. പുകവലിക്കാരന്റെ പുകവലിയിലൂടെ ഉളവായി വരുന്ന തീ അല്ലായിരുന്നു അവിടെ ഇറങ്ങിയ തീ. It was a heavenly fire. അത് സ്വർഗീയമായ ഒരു തീയായിരുന്നു. It was a spiritual fire. അതൊരു ആത്മീക തീയായിരുന്നു. It was a supernatural fire. അത് അസ്വാഭാവികമായ It was a holy fire. ഇത് വിശുദ്ധ തീയായിരുന്നു. It was a heavenly fire. അത് സ്വർഗീയ തീയായിരുന്നു. It was God's fire. അത് ദൈവത്തിന്റെ തീയായിരുന്നു. Amen. മൊത്തം വചനം പറയുന്നതിന് മുമ്പ് ഞാൻ അന്ന് വീണ്ടും മുന്നമേ ഇന്ന് തിരികെ വീട്ടിൽ പോകുമ്പോൾ ഓരോ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വന്നിരിക്കുന്നവരോടാ ചോദിക്കും, തിരികെ വീട്ടിൽ പോകുമ്പോൾ തീയും കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഹല്ലേലൂയ. വീടുകളിൽ കാണുന്നവർ, നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് പേരെ എല്ലായിടത്തും വന്നിട്ടുള്ളൂ. അധികവും വീട്ടിലാണ്. പല രാജ്യങ്ങളിലാകാം, നിങ്ങൾ ആശുപത്രിയിലാകാം, ഹോസ്റ്റലിലാകാം, ജയിലിലാകാം, നിങ്ങൾ എവിടെയാണെങ്കിലും ചോദിച്ചോട്ടെ, ഇന്നൊരു തീ നിൻ്റെ അകത്തോട്ട് വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി ദൈവത്തോട് പറ, ഫാദർ, ഐ വാണ്ട് മൈ ഫ്ലെയിം ടുഡേ. കർത്താവേ, പിതാവേ, എനിക്കൊരു തീ വേണം അപ്പാ. By the way, what is this fire all about? ഈ തീ എന്ന് പറയുന്നത് എന്താണ്? I told you that this fire is coming from God. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ തീ ദൈവത്തിൽ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. It's a part of God. അത് ദൈവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. Deuteronomy 4:24 says, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 24-ാമത്തെ വചനം പറയുന്നത്, God is fire. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. That means God is consuming fire. അതിന്റെ അർത്ഥം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. And he is a jealous God. എന്നിട്ട് അവിടെ പറയുന്ന അടുത്ത ഭാഗം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. പറഞ്ഞേ, തീക്ഷ്ണതയുള്ള ദൈവം.
1 John 4:8 says God is love. ഒന്ന് യോഹന്നാന്റെ ലേഖനം 4:8. 4:8 പറയുന്നു ദൈവം സ്നേഹമാകുന്നു. Deuteronomy 4:24 here it says God is fire. എന്നാൽ ആവർത്തന പുസ്തകം 4:24 പറയുന്നത് എന്താണ്? ദൈവം അഗ്നിയാണെന്ന്. എല്ലാം പറഞ്ഞ ദൈവം തീയാകുന്നു. ദൈവം തീയാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. അപ്പൊ ആ തീയും സ്നേഹവും തമ്മിൽ ഒരു കണക്ഷൻ കാണുന്നുണ്ടോ? ഇല്ല. ഒരു വചനം പറയുന്നു ദൈവം സ്നേഹമാകുന്നു, മറ്റൊരു വചനം പറയുന്നു ദൈവം തീയാകുന്നു. അപ്പൊ ദൈവം സ്നേഹമാണ്, ദൈവം തീയാണ്. ദൈവം സ്നേഹമാണ്, ദൈവം തീയാണ്. അപ്പം എൻ്റെ അർത്ഥം ആ സ്നേഹവും ഈ തീയും തമ്മിലൊരു കണക്ഷനില്ലേ, അതാണ് തീക്ഷ്ണത. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഐ എം എ ജലസ് ഗോഡ്. പറഞ്ഞേ, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ എം എ ജലസ് ഗോഡ്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജലസി എന്ന് പറഞ്ഞാൽ അസൂയയാണ്. This jealousy is not bad jealousy. This jealousy is a godly jealousy. ഈ പറയുന്ന അസൂയ ഇംഗ്ലീഷ് വാക്കനുസരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് അസൂയ എന്ന് പറയുന്ന വാക്കാണ്. ഈ അസൂയ എന്ന് പറയുന്നത് ഒരു തെറ്റായ അസൂയയല്ല, ഇത് കുറേ നല്ല ഒരു അസൂയയാണിത്. God says, I am a jealous God and you should not worship any other God. ദൈവം പറയുന്നു, ഞാൻ അസൂയയുള്ള ദൈവമാണ്, അതുകൊണ്ട് നീ അന്യ ദൈവങ്ങളെ ആരാധിച്ചു പോകരുത്. What is that jealousy all about? എന്താണ് ഈ പറയുന്ന അസൂയ എന്നുള്ളത്? You're mine, I love you and you have to love me back. You cannot love anyone else. നീ എന്റേതാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്, അതുപോലെ നീ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ, എന്നെ വിട്ട് നീ മറ്റൊരാളെ സ്നേഹിക്കാൻ പോയിക്കൂടാ. എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഭാര്യ എന്നെ അല്ലാതെ വേറൊരു ഭർത്താക്കന്മാരെയും സ്നേഹിക്കരുത്. അങ്ങനെയുള്ള നല്ല ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിക്കുക. ഇവിടെ ഇല്ലേ? എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു ആഗ്രഹമില്ലേ? എങ്ങനെയാ? നാട്ടുകാരെ മൊത്തം സ്നേഹിച്ചോട്ടെ. അതൊരു ചതിച്ചോദ്യമാണെന്ന് വിചാരിച്ചിട്ട് ഒരു കൈ ഉയർത്താതെ. നല്ല ചോദ്യമായിരുന്നു അത്. എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഇതാണ്, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു പുരുഷൻ മതി. എനിക്ക് ആ പോളിസി ഉണ്ട്. ക്ഷമാ സിസ്റ്റർ കുറേ ആണുങ്ങളുടെ പുറകെ ഞാൻ സമ്മതിക്കുമോ? തോന്നുന്നുണ്ടോ? നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ ഭാര്യ കുറേ പുരുഷന്മാരുടെ പുറകെ പോയാൽ നിങ്ങൾ സമ്മതിക്കുമോ? ദൈവം പറയുന്നു, നീ എൻ്റെ മണവാട്ടിയാണ്, നീ എൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ പൈതലാണ്, എൻ്റെ കാന്തയാണ്. എന്നെ അല്ലാതെ വേറെ ദൈവങ്ങളെ നീ വിളിച്ചു പോകരുത്, നീ സേവിച്ചു പോകരുത്. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ഞാൻ പണിഷ് ചെയ്യും. അതിൻ്റെ പേരാണ് ജലസി, തീക്ഷ്ണത. I'm a consuming fire. I'm a jealous God. ഞാൻ ദഹിപ്പിക്കുന്ന തീയാണ്, ഞാൻ തീക്ഷ്ണതയുള്ള അസൂയയുള്ള ദൈവമാണ്. The Bible never says that God is ice. ദൈവം ഒരു ഐസ് കട്ടയാണെന്ന് ബൈബിൾ ഒരിക്കലും പറയുന്നില്ല. ഏതെങ്കിലും വചനത്തിലുണ്ടാകും ബ്രോസ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് തപ്പിയെടുത്ത്. നമ്മുടെ ദൈവം ഐസ് കട്ടയാണ്, മഞ്ഞ് കട്ടയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വചനം എവിടെയെങ്കിലും കാണിച്ചു തരാം. But it says our God is fire. പകരം എല്ലായിടത്തും നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവം തീയാണെന്നാണ്. നാടൻ മലയാളത്തിൽ പറയട്ടെ, നമ്മുടെ ദൈവം തണുപ്പനല്ല, ഇത്തിരി ചൂടനാണ്. ആമേൻ. എന്നിട്ട് ഇവരൊന്നും മിണ്ടുന്നില്ല. ഇവർ നാട്ടുകാരല്ലെന്നാ തോന്നുന്നു. നമ്മുടെ ദൈവം തണുപ്പനല്ലെന്ന്. ആമേൻ. ചില ഭർത്താക്കന്മാർ ചില വീട്ടിൽ തണുപ്പനാ. എടോ, നാടൻ ഭാഷയാണ്.
എടോ, അപ്പുറത്ത് നമ്മുടെ ആ വീടിൻ്റെ മേൽക്കൂര, അപ്പുറത്ത് നമ്മുടെ ആ റൂമിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു. എന്താണെന്ന്? മേൽക്കൂരയോ? എവിടത്തെ? ഏത് മേൽക്കൂര? കൊച്ചിന് ഫീസ് അടക്കാനില്ലെന്ന്. എന്തെന്നാ? ഫീസാ? അതിനെന്താ, പിന്നെ അടക്കാം, എപ്പോഴെങ്കിലും അടക്കാം. ഇപ്പം ചത്തൊന്നും പോകാൻ പോകുന്നില്ല. തണുപ്പൻ നയങ്ങളുള്ള കുറേ മനുഷ്യരുണ്ട്, കുറേ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, പലരുമുണ്ട്, ചില ഓഫീസേഴ്സ്. നമ്മുടെ ദൈവം അങ്ങനെയല്ല. He is fire. Yes, amen. Hallelujah. Amen. Yes. മനസ്സിലായെങ്കിൽ ശരിക്കടിക്കുക, മനസ്സിലാകാത്തവർ പതുക്കെ അടിച്ചാൽ മതി. മനസ്സിലായ അത്ര അടിച്ചാൽ മതി. Hallelujah. ശരിക്കും. Oh, raba raba shikada rabana hatala regachana regathuri managashasi. Rugajaga shabala bala 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 baushama. ഉറക്കെ പറഞ്ഞ്, മൈ ഗോഡ് ഈസ് കൺസ്യൂമിംഗ് ഫയർ. എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. വെറുതെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച ചെയ്തിരിക്കും. മനസ്സിലായോ? തരാന്ന് പറഞ്ഞാൽ തരും, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. മനുഷ്യൻ വീണു, രക്ഷകനെ അയച്ചേക്ക, അയച്ചില്ലേ? അപ്പൊ പോകുന്ന വഴിക്ക് പറഞ്ഞ ഞാൻ പരിശുദ്ധാത്മാവിനെ തന്നേക്ക, തന്നില്ലേ? വാക്ക് പറഞ്ഞാൽ പാലിക്കും. God is fire. ദൈവം അഗ്നിയാകുന്നു. In other words, fire is one of the manifestations of God. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അഗ്നി അഥവാ തീയുടെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പെടലുകളിൽ ഒന്നാണ്. God shows up as fire. ദൈവം ഇത്തരത്തിൽ തീയുടെ രൂപത്തിൽ വെളിപ്പെട്ടു വരുന്നു. This is not natural fire. ഇത് ഭൂമിയിൽ Don't misunderstand me. ഭൂമിയിൽ കാണുന്ന സ്വാഭാവിക തീയല്ല കേട്ടോ ഇത്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. It is not the fire on your oven. നിങ്ങളുടെ അടുപ്പിൽ കത്തുന്ന തീയല്ല ഈ തീ എന്ന് പറയുന്നത്. This is heavenly fire. ഇത് സ്വർഗീയ തീയാണ്. Never think that this fire and this fire and this fire, all these fire is God. No. ഈ തീ ഇതുപോലെ ഇത് പോവും എന്നൊന്നും കരുതരുത്. Sometimes God will show up as fire. ചില സമയങ്ങളിൽ ദൈവം തീയിൽ വെളിപ്പെട്ടു വരും. This fire also shows the concentration and the intensity of God's holiness. ഈ തീ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആഴത്തെ കാണിക്കുന്നതാണ്. തീവ്രതയെ കാണിക്കുന്ന. Yes. Fire means God's work, God's power at work. ഇവിടെ പറയുന്ന തീ എന്ന് പറയുന്നത് കാര്യങ്ങൾ നടക്കേണ്ടിടത്ത് ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. When you receive power, that means God's power is at work in you. ഓർക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ബാപ്റ്റിസം ബൈ ഫയർ, തീയാലുള്ള അഭിഷേകം, തീയാലുള്ള സ്നാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണിത് എന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഓരോന്ന് വിശദീകരിച്ച് പറയുന്നത്. കാരണം ഈ ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് ടുഡേയോട് ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, ശുശ്രൂഷകരിൽ ഒരു തീ വെളിപ്പെടാൻ പോകും. അപ്പോൾ വിചാരിക്കും, ഞങ്ങൾ ഇത് കാണുന്ന ഒരാൾ വിചാരിക്കും ഞങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേക്കാരെന്നല്ല, അവധത്തിൽ കണ്ടുപോയതാണ്, പിന്നെ ഇപ്പോൾ കാണാൻ തുടങ്ങി. നോ പ്രോബ്ലം. ഈ തീയ് ബ്ലെസ്സിംഗ് ടുഡേയുടെ കുത്തകയല്ല.
ഹല്ലേലൂയ. ലോകത്തിലെ ഏത് വിശ്വാസിക്കും, ഏത് ശുശ്രൂഷകനും, ഏത് ഡിനോമിനേഷനും, ഏത് സഭയ്ക്കും കർത്താവ് വച്ചിരിക്കുന്ന ഒരു തീയാണ്. അതുകൊണ്ട് ഇന്ന വിഭാഗക്കാരെന്നൊരു യാതൊരു വിഭാഗീയതയും ദൈവത്തിനില്ല. നീ വിശ്വാസിയാണോ, നീ കർത്താവിന്റെ കുഞ്ഞാണോ, നിനക്ക് ഈ തീ പ്രാപിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവ് കൊണ്ട് പറഞ്ഞു, ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതിനെ തീയിടാൻ വേണ്ടിയിട്ട്, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. അതിനെ അനുകരിച്ച് ഞാൻ പറയുക, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട സകലരിലും ഈ തീ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ആമേൻ. കാരണം നിന്നിലൂടെ ചിലതൊക്കെ ദൈവം ചെയ്തെടുക്കുക, നിന്നിലൂടെ ചിലതിനെയൊക്കെ കർത്താവ് കത്തിച്ചു കളയും. നീ തീയുമായി പോകുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. ആമേൻ. Fire has been used in a negative way also in the Bible. അപ്പോൾ തന്നെ ബൈബിളിൽ തീ എന്നുള്ളത് തെറ്റായ വിധത്തിൽ ഉപയോഗിക്കപ്പെട്ടതിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. തെറ്റെന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം അത് ചില സമയങ്ങൾ ദൈവത്തിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ദൈവം അത് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, God's wrath. ഉദാഹരണമായിട്ട് fire sometimes in the scriptures represents God's wrath also. ഈ തീ, ദൈവത്തിന്റെ തീ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള രീതിയിലും ചില സമയത്ത് വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ദൈവത്തിന്റെ ക്രോധം അതൊരു തീയായിട്ടാണ് പുറത്തു വരുന്നത്. God's judgment. ദൈവത്തിന്റെ ന്യായവിധി തീയായിട്ട് പുറത്തു വന്നു. But on the day of Pentecost, it was not a judgmental fire. It was not God's wrath that was manifesting, but it was God's presence and glory that was manifesting. Amen. Hallelujah. എന്നാൽ പെന്തിക്കോസ്ത് ദിനത്തിൽ വെളിപ്പെട്ടിറങ്ങി വന്ന അഗ്നിജ്വാല എന്ന് പറയുന്നത് അതൊരു ന്യായവിധിയുടെ തീ ആയിരുന്നില്ല, ദൈവത്തിന്റെ ക്രോധത്തിന്റെ തീ ആയിരുന്നില്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടി ഇറങ്ങി വന്ന തീയായിരുന്നു അത്. ക്രോധത്തിന്റെ തീയിൽ നിന്നും പുറത്തു വന്നവരല്ലേ നമ്മൾ? നീയും തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ? ഇപ്പോൾ നിന്റെ മേൽ കത്തുന്നത് ന്യായവിധിയുടെ അഗ്നിയല്ല, ദൈവക്രോധത്തിന്റെ തീയല്ല, പകരം സ്വർഗത്തിലെ ദൈവം നിന്നിൽ പ്രസാദിച്ചതുകൊണ്ട് അവൻ വാഗ്ദത്തം തന്നതുപോലെ സ്വർഗത്തിന്റെ യാഗപീഠത്തിൽ നിന്നും എടുത്ത, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അവന്റെ തന്നെ എസൻസ് ആയ സ്വർഗീയ അഗ്നിയത്രേ തന്റെ കുഞ്ഞുങ്ങളിൽ ഭൂമിയിൽ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് എങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കണമെന്നറിയില്ല. ഐ എം സ്ട്രഗ്ലിംഗ്. Revelation chapter 1 verse number 14, we see Jesus with his eyes like blazing fire. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയുള്ളവനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Why? Because he was ready to release his judgment. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തൻ ന്യായവിധിയെ പുറപ്പെടുവിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്ന ചിത്രീകരണമാണ് അവിടെ ഉള്ളത്. Because afterwards when he crossed chapter 5, chapter 6, chapter 7 onwards, you start seeing the judgments released on earth. അവിടെ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായം 7-ാം അധ്യായം തുടങ്ങിയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഈ ക്രോധാഗ്നിയുടെ ന്യായവിധിയുടെ തീ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. His eyes like blazing fire also means nothing is hidden in his eyes. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ മറ്റൊരർത്ഥം കൊണ്ട് അവന്റെ കണ്ണിന് മറയ്ക്കത്തക്കവതായ യാതൊന്നും തന്നെയില്ല. Everything he can scan and know. എല്ലാ കാര്യങ്ങളും അവന് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. Now, when the fire of God comes on you, what will happen to you? ദൈവത്തിന്റെ അഗ്നി നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ തീ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നിന്നിൽ തീ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? The effects of God's fire on you. നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ തീയുടെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നോക്ക്. When you receive the fire,
of God, you will have a passion for God. ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ തീയെയാണ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തിനു വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ ഒരാവേശം നിങ്ങൾക്കുണ്ടായിരിക്കും. ദൈവത്തിന്റെ തീ സ്വീകരിച്ച വ്യക്തിക്ക് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തീക്ഷ്ണമായ ഒരു ആവേശമുണ്ടായിരിക്കും. Always your heart will be burning for the Lord. എല്ലായ്പ്പോഴും കർത്താവിനായി നിങ്ങളുടെ ഹൃദയം എരിഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് കൂടുതൽ അഭിഷേകം വേണം, എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൈശാചിക ശക്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ മേലല്ല അവൻ്റെ മേലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പൻ നയത്തിൽ യൂട്ടേൺ എടുത്ത് പോവുകയല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇവനിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ ഞാൻ ശാസിക്കുന്നെന്ന് പറയുന്ന ഒരു തീക്ഷ്ണത അകത്തേക്ക് വരുന്നതാണ് ദൈവത്തിൻ്റെ അഗ്നിയാലുള്ള സ്നാനമേറ്റ് കഴിഞ്ഞാൽ സംഭവിക്കാം. അതിൻ്റെ അടയാളം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ പറ, ഇന്നത് വേണമെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ ഇന്ന് മുതൽ ഒരു ഐസുകെട്ട വിശ്വാസിയായി ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. I want to become a firebrand believer. ഇന്നും ഈ ആരാധനയുടെ നടുവിൽ ഞാൻ കേട്ടത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇനി ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഭാവി ഉണ്ടെങ്കിൽ അത് ആരാധിക്കുന്നവർക്ക് മാത്രമേ. ഇനി ഈ ഭൂമിയിൽ ഇതുവരത്തെ കാര്യം വിട്, ഇനി അങ്ങോട്ടുള്ള ഭൂമിയിൽ, ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഭൂമിയിൽ ഭാവിയുള്ളൂ. അതിനോട് കണക്ട് ചെയ്ത് ഇതും കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി അങ്ങോട്ടുള്ള ഈ ഭൂമിയിൽ ആർക്കെങ്കിലുമൊക്കെ ശുശ്രൂഷ വേണം, എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കണമെങ്കിൽ തീയുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റൂ. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയായിരുന്നു, 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ തന്നെ. വ്യത്യാസമൊന്നും ഇതുവരെ സ്വർഗം അമെൻമെൻറ്റ്സ് ഒന്നും ബില്ലിൽ കൊണ്ടുവന്നിട്ടില്ല. സ്വർഗം പറഞ്ഞ ഭേദഗതികളൊന്നും സ്വർഗം ബില്ലിൽ കൊണ്ടുവന്നിട്ടില്ല. അതങ്ങനെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻമെൻറ്റും വന്നിട്ടില്ല ദൈവകൃപയാൽ. അതുകൊണ്ട് എന്നും ഈ പുസ്തകം വിശ്വസിക്കാം. When the fire comes, there will be a refining process inside of you. ഓർക്കുക, ദൈവത്തിന്റെ തീ ഇറങ്ങി വരുമ്പോൾ അകത്ത് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്വർണ്ണമാണെങ്കിൽ ഈ സ്വർണം ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെ ഭയങ്കരമായ തീയിലേക്കിടും. ഗോൾഡ് സ്മിത്തുകൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ പുതിയ പരിപാടികളായി ഉരുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, മെഷീൻ, ഫേർണസൊക്കെ ഉണ്ട്. അതിൽ ഉരുകി കഴിയുമ്പോൾ ഇതിനകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, കീടങ്ങൾ, മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരും. അത് മുഴുവൻ അങ്ങെടുത്ത് കളയും. യൂട്യൂബിൽ പോയി വീഡിയോ നോക്കിയാൽ മതി, കളയുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എവിടെയാണ് ശുദ്ധീകരണം നടക്കുന്നത്? തീക്കകത്ത്. പത്രോസ് അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം വിലയേറിയതല്ലോ. തീ ഇങ്ങനെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തല്ല കത്തിപ്പോവും. In other words, there will be an impartation of God's holiness into your life. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തീ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധി നിങ്ങളിലേക്ക് പകരപ്പെടുകയാണ് സംഭവിക്കുന്നത്. തീ ഇറങ്ങുന്ന കൂട്ടത്തിൽ ദൈവത്തിന്റെ വിശുദ്ധി നിങ്ങളിലേക്ക് ഇറങ്ങി വരും. തീ ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധി നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നടക്കുന്നുണ്ടെന്ന് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക.
പലരും ശുദ്ധീകരിക്കപ്പെടും. നിന്റെ അകത്തേക്ക് ഒരു ശുദ്ധീകരണം വരും. നിന്റെ ഹൃദയത്തിൽ ചില മാലിന്യങ്ങളൊക്കെ കത്തിപ്പോകുന്നുണ്ട്, ചില കീടങ്ങളൊക്കെ കത്തി അതിനെ വടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന്റെ ആത്മ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. Hallelujah. Praise God. Hallelujah. Hallelujah. Song of Songs chapter 8 and verse number 6. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം മലയാളത്തിൽ 7-ാമത്തെ വചനം എടുത്താലും 6-ാമത്തെ വചനം മലയാളത്തിൽ 7 Yes. Place me like a seal over your heart, like a seal on your arm, for love is as strong as death, its jealousy unyielding as the grave, it burns like blazing fire, like a mighty flame. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. ഒരുത്തൻ തൻ്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. Here also you can see the connection between love and fire. ഇവിടെ നമുക്ക് സ്നേഹത്തെയും തീയെയും തമ്മിൽ ബന്ധിപ്പിച്ച് സംസാരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ വചനം അതുപോലെ തന്നെ നിറവേറുന്ന ചില വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നോക്ക്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ചില വീടുകളിൽ ഭർത്താവിന് ഭാര്യയെ സംശയം. അങ്ങനെയുള്ള ആരെങ്കിലും അറിയാമോ? ഇടത്തോട്ട് തിരിഞ്ഞാൽ സംശയം, ആരെയാണ് നീ നോക്കിയത്? വലത്തോട്ട് തിരിഞ്ഞാൽ നീ ആരെയാണ് ഇപ്പം നോക്കിയത്? ജനലിലൂടെ പുറത്തോട്ട് നീ എന്തിനാണ് അയാളെ നോക്കിയത്? സൂപ്പർ മാർക്കറ്റിൽ പോയി തിരിച്ചു വന്ന് നീ എത്ര പേരെ കണ്ടടി? മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കരയുവാണോ ചിരിക്കുകയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചില വീടുകളിൽ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്ത് ചെയ്താൽ ഇപ്പം ആരെയാണ് നീ വിളിച്ചത്? ഇവിടെ കൊണ്ടാ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ആ മിസ്ഡ് കോൾ ആരുടെയാ? വാട്സപ്പിൽ മെസ്സേജ് ആരുടെയാ? എന്തിനും സംശയം. എത്രയോ ഭാര്യമാർ എൻ്റെ അടുക്കൽ വന്ന് തേങ്ങി വിങ്ങി പൊട്ടിക്കഴിച്ച്, ഞാൻ ഇന്ന് വരെ ഈ മനുഷ്യനെ അല്ലാതെ ആരെയും എൻ്റെ ഹൃദയത്തിലും പ്രതിഷ്ഠിച്ചിട്ടില്ല, ആരുടെയും പുറകെ പോയിട്ടില്ല, വിവാഹത്തിന് മുമ്പും പോയിട്ടില്ല, ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ ഈ മനുഷ്യനെ എൻ്റെ ഈ ആൾക്ക് എന്നെ സംശയമാണ്, എനിക്ക് ജീവിക്കേണ്ട ബ്രദർ. അതൊക്കെയാണ് ഈ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. Your love is as strong as death. ചിലർക്ക് ഈ ലവിൻ്റെ അകത്ത് ജലസി കൂടെ മിക്സ് ചെയ്താൽ, തീക്ഷ്ണത ഇവിടെ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? അത് മരണം പോലെ കഠിനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു കുടുംബത്തിന് ഞങ്ങൾ കൗൺസിലിംഗ് കൊടുത്തു. മണിക്കൂറുകൾ കൗൺസിലിംഗ്. സംശയമാണ്, ഭർത്താവിന് ഭാര്യയെ സംശയം. ഒത്തിരി മണിക്കൂറുകൾ, ഏകദേശം ഒരു ദിവസം മുഴുവൻ എല്ലാം കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് അവസാനം അവരെ കൈപിടിപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെല്ലാം ഹാപ്പിയായി. എല്ലാ സംശയം ഇനി ഞാൻ സംശയിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഹാപ്പിയായി. അവർ പോവുകയാണ്. മഴ പെയ്തു, കുട നിവർത്തി. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുട നിവർത്തി. രണ്ടുപേരും കൂടി ഒരു കുടക്കീഴിൽ ഭർത്താവ് ഭാര്യയുടെ തോളിൽ കൈയിട്ട് ഒരുമിച്ച് പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ കൈയടിച്ച് സന്തോഷിച്ചു. പക്ഷെ അന്ന് രാത്രി ആ മനുഷ്യന് ആ ഭാര്യയെ വെട്ടിക്കൊന്നു. അയാൾ തൂങ്ങി മരിച്ചു. ആ ഭാര്യയുടെ പിതാവിനെയും പോയി വെട്ടി എന്തൊക്കെയോ ചെയ്യും. ഇറ്റ് ഈസ് ലൈക്ക് ഡെത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇറ്റ്സ് ജലസി അൺയീൽഡിങ് ആസ് ദ ഗ്രേവ്. ഇത് മരണം പോലെ. Jealousy unyielding as grave. It burns like blazing fire, like a mighty flame. അത് കത്തുന്ന ഒരു തീ പോലെയാണ്. അതിനെ കെടുത്തിക്കളയുവാൻ സാധ്യമല്ല. You understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് നമ്മളോടും
ഇതുപോലെ തന്നെ ഒരു സ്നേഹമുണ്ട്. വേറൊന്നും നമ്മെ തൊടാൻ സമ്മതിക്കുകയില്ല. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ 7 വഴിയായി ഞാൻ തിരിച്ചോടിക്കും. പിന്നെ ഒരു കാര്യം ആദ്യമേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നീ സേവിക്കാൻ പോയേക്കരുത്, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി നിന്റെ മേൽ വരും. നീ എന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു, എൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ഞാൻ അടങ്ങിയിരിക്കുകയില്ല. മാത്രമല്ല, നിനക്ക് പകരം ഞാൻ ജാതികളെയും ജനതകളെയും കൊടുക്കും. നിന്റെ രോഗക്കിടക്ക് ഞാൻ മാറ്റിവിരിക്കും. ഹല്ലേലൂയ. ആരെങ്കിലും നിന്നെ തൊടാൻ വന്നാൽ അത് എന്നെ തൊടുന്നതിന് തുല്യമാണ്. ഐ ആം എ ജലസ് ഗോഡ്. ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. Love comes to its superlative form and becomes a jealousy. ഇപ്പോൾ സ്നേഹം അതിന്റെ പരിപൂർണതയിൽ എത്തിയിട്ട് അത് തീക്ഷ്ണമായ ഒരു ഒന്നായി മാറിയിരിക്കുകയാണ്. Shout hallelujah. ശബ്ദമുയർത്തി ഒരു hallelujah. And that superlative degree is fire. ഓർക്കുക, ആ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് തീ എന്ന് പറയുന്നത്. This is why Jesus Christ, standing with blazing eyes, he is saying to the 7 churches, come to your first love. You are my love. I give my life for you. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവൻ യേശു കർത്താവ് 7 സഭകളെ നോക്കി വിളിച്ചു പറയുന്നത്, ഞാൻ എൻ്റെ സ്നേഹം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യ സ്നേഹത്തിൽ നിങ്ങൾ ഉയർന്നു വരിക, ആദ്യ സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. This fiery love will give life. ഓർക്കുക, ഈ തീക്ഷ്ണമായ അഗ്നിയുടെ സ്നേഹമാണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്തത്. Jesus loved us with his fiery love and he gave his life for us. ഓർക്കുക, അവൻ നമ്മെ സ്നേഹിച്ചത് ആർക്കും ഒന്നിനും കെടുത്തി കളയുവാൻ സാധിക്കാത്ത സ്നേഹത്താലാണ്. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വീണ്ടെടുത്ത് അവന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നത്. And he destroyed all the evil powers, all the rulers and all the dominions on the cross of Calvary. അതുമാത്രമല്ല, സകല അധികാരത്തെയും സകല ശക്തികളെയും സകല വാഴ്ചകളെയും അവൻ ക്രൂശിന്റെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടി. Hallelujah. This fiery love will give his own life for us and he will destroy everything that is coming against us. ഓർക്കുക, അതുകൊണ്ട് നമ്മോടുള്ള അവന്റെ തീക്ഷ്ണമായ അഗ്നി സമാനമായ ആ സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്കെതിരെ നിൽക്കുന്ന സകലത്തെയും അവൻ ഇല്ലായ്മ ചെയ്തു കളഞ്ഞു. Understand the fiery love with which Jesus loved you. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച അവന്റെ അഗ്നി സമാനമായ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം. The Holy Spirit says, come back children to the first love today. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്, യേശു അഗ്നി സമാനമായി എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട് എല്ലാ വിശ്വാസികളും നിങ്ങളുടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. There is fire in love. ഓർക്കുക, സ്നേഹത്തിൽ തീയുണ്ട്. Many years ago, a young woman was persecuted for her faith in Christ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തെ പ്രതി ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി പീഡനമേൽപ്പിക്കപ്പെട്ടു. And the persecutors came and to grab away her Bible. അവളെ പീഡിപ്പിച്ച ആളുകൾ, ഉപദ്രവിച്ച ആളുകൾ വന്നിട്ട് അവളുടെ കയ്യിലിരുന്ന വേദപുസ്തകം പിടിച്ചു പറിക്കുവാൻ ശ്രമിച്ചു. But she embraced that Bible like this. എന്നാൽ ആ വേദപുസ്തകം അവൾ മാറോട് ചേർത്ത് കെട്ടിപ്പുണർന്നു. She spoke to the persecutors. എന്നിട്ട് തന്നെ ഉപദ്രവിച്ച
വിളിക്കാൻ വന്നവരോട് അവൾ ഇങ്ങനെ She said, സംസാരിച്ചു. I will not give my Bible to you. പറഞ്ഞു, ഞാൻ എന്റെ ഈ വേദപുസ്തകം നിങ്ങൾക്ക് വിട്ടുതരില്ല. This is my God's love letter to me. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതെന്റെ കർത്താവിന് എന്നോടുള്ള പ്രേമലേഖനമാണ്. I will not give this to you. എന്റെ ഈ പ്രേമലേഖനം വിട്ടുതരാൻ ഞാൻ There is തയ്യാറല്ല. fire in love. ഓർക്കുക, പ്രേമത്തിനകത്ത് സ്നേഹത്തിനകത്ത് ഒരു തീയുണ്ട്. There is fire in the love of God. ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് തീയുണ്ട്. And he is expecting fire in our love. അതുകൊണ്ട് for him. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു തീ വിശ്വാസിയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുകയാണ്. This is why Apostle Paul says the love of Christ is the motivational force for us. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ I am നിർബന്ധിതനാക്കിയിരിക്കുന്നു. serving God not to give a report to the denominational heads. ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവിന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ കർത്താവിനെ സേവിച്ചിരിക്കുന്നത്. I am doing the ministry because of the love of ഞാൻ ഈ Christ. ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവ സ്നേഹത്തിന്റെ നിർബന്ധത്താലാണ്. Amen. ബ്ലെസ്സിംഗ്ടൂഡയുടെ എല്ലാ ശുശ്രൂഷകരോടും പറയാം, നമുക്ക് റിപ്പോർട്ടൊക്കെ ആവശ്യമാണ്. റിപ്പോർട്ട് വേണം, കൃത്യമായി തന്നെ കൊടുക്കണം. പക്ഷെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മിനിസ്റ്റർ ചെയ്യുന്നത്. കർത്താവ് എന്നെ വീണ്ടെടുത്തു. Amen. It is out of love for him. അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് പുറത്തു വരേണ്ട ഒന്നാണ് അവന്റെ വേല എന്നുള്ളത്. God doesn't want a mechanical service from us. നമ്മളിൽ നിന്ന് യാന്ത്രികമായുള്ള ഒരു പ്രവർത്തനം അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. Should be motivated by love, the fire. പകരം അഗ്നി സമാനമായ ആ സ്നേഹത്തിന്റെ പ്രേരണമായിട്ടാകണം നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. I want to give you the history of fire in the Old Testament quickly. പഴയ നിയമത്തിൽ അഗ്നിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചരിത്രങ്ങൾ വളരെ പെട്ടെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. When I researched, I found out that the first mention of fire comes in Genesis chapter 15. ഞാൻ എൻ്റെ കണ്ടെത്തലുകളിൽ ഞാൻ ആദ്യം കണ്ടെത്തിയത് ആദ്യത്തെ തീയെക്കുറിച്ച് ബൈബിളിൽ കണ്ടെത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലാണ്. Verse number 17. അതിന്റെ 17-ാമത്തെ വചനം. Where the sun had set and darkness had fallen, a smoking fire pot with a blazing torch appeared and passed between the pieces. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. What is the context here? ഇതിന്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്താണ്? God chose Abraham. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. Everybody say Father Abraham. എല്ലാവരും ഉറക്കെ പറയാമോ? അബ്രഹാം പിതാവ്. പറഞ്ഞേ, One more time. അബ്രഹാം പിതാവ്. One more time. അബ്രഹാം പിതാവ്. God chose Abraham. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. And he was going to make him the father of many nations. അത് മാത്രമല്ല, ദൈവം അവനെ അനേക ജാതികളുടെ രാജ്യങ്ങളുടെ പിതാവാക്കി തീർക്കാൻ പോകുകയാണ്. And through him God decided to bless, through his offspring also God decided to bless all the nations of the world. അങ്ങനെ തന്റെ സന്താനങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുകയാണ്. God wanted to make a covenant with Abraham. അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. This is now known as Abrahamic covenant. ഇതിനെ ഇന്ന് അറിയപ്പെടുന്ന അബ്രഹാമിന്റെ ഉടമ്പടി എന്ന പേരിലാണ്. In those days, two families, especially two family heads, would come together to cut a covenant. ആ കാലങ്ങളിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ They would come together അവർ ഒരുമിച്ച് വന്നു ചേരും. and they would write down all the conditions and all the promises and everything, all the
minute details of the covenant. ആ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണകളും വ്യവസ്ഥകളും അതുപോലെ വാഗ്ദാനങ്ങളും എല്ലാം തന്നെ വളരെ കൃത്യമായി വ്യക്തമായി എഴുതി വെക്കും. Usually it went like this. സാധാരണ പോകുന്നത് ഇപ്രകാരമായിരിക്കും. We both are coming to a covenant now. ഇപ്പോൾ ഞങ്ങൾ രണ്ട് കൂട്ടർ തമ്മിൽ ഇപ്പോൾ ബന്ധത്തിൽ ഏർപ്പെടുന്നു. If something happens to that family head, ഇനി ഈ കുടുംബത്തിന്റെ തലവന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ this family head will take care of that family. ഈ ഫാമിലിയുടെ തലവൻ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തെ മുഴുവൻ പരിപാലിക്കുന്നതായിരിക്കും. If this family is going into some debts, ഇനി ഇപ്പോൾ മറ്റേ കുടുംബം ഉടമ്പടി ബന്ധത്തിലെ മറ്റേ കുടുംബം ഒരു കണക്കെണിയിൽ പെട്ടുപോയാൽ this family will pay off all the debts. ഈ കുടുംബം ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട മറുകുടുംബം ആ കുടുംബത്തിന്റെ മുഴുവൻ കടവും കൊടുത്തു വീട്ടി തീർക്കും. If somebody is attacking this family, ഇനി ഈ കുടുംബത്തെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ this family will come and fight and take the plunders and get everything back. ഈ കുടുംബം വന്നിട്ട് ആ കുടുംബത്തിന്റെ സകല ശത്രുക്കളെയും നിഗ്രഹിച്ച് അവരെ വീണ്ടെടുക്കും. Hallelujah. Hallelujah. God says, I am going to cut a covenant with you. ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ നീയുമായിട്ട് ഇതുപോലെ ഒരു ഉടമ്പടി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now listen to this. ദയവായി ശ്രദ്ധിച്ചാലും Now two human families are not going to come to a covenant here. ഇവിടെ ഇപ്പോൾ ഭൂമിയിലുള്ള രണ്ട് മനുഷ്യ കുടുംബങ്ങൾ തമ്മിലല്ല ഇപ്പോൾ ഈ ഉടമ്പടി ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്. It is God and a human family. പകരം ഇത് ദൈവവും ഒരു മനുഷ്യ കുടുംബവും തമ്മിലാണ് ഈ ഉടമ്പടി സ്ഥാപിക്കാൻ പോകുന്നത്. The Godhead is coming to the family head Abraham to cut a covenant. ഓർക്കുക, തൃത്വത്തിന്റെ തലവനായിരിക്കുന്നവൻ വന്നിട്ട് കുടുംബത്തിന്റെ തലവനോടുകൂടെ ചേർന്ന് ഇപ്പോൾ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. Hallelujah. Hallelujah. Here one party is so superior and the other party is so inferior. എന്നാൽ ഇവിടെ നോക്കേണ്ട വ്യത്യാസം ഇതിനകത്തെ ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പാർട്ടി ഉന്നതനായിരിക്കുമ്പോൾ മറു പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്നവനാണ്. Usually when two human families are coming together, after making all the document of the covenant, they would sign it sometimes with their blood. സാധാരണ രീതിയിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അക്കാലങ്ങളിൽ ഉടമ്പടി ബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിൽ ഒപ്പുവെക്കുവാൻ വേണ്ടി അവരുടെ സ്വരക്തമാണ് അവർ ഉപയോഗിക്കുന്നത്. Usually they take a sword and with the tip of the sword they will cut the thumb and will pour that blood on the covenant. സാധാരണ രീതിയിൽ അവർ ചെയ്യുന്നത് അവരുടെ തള്ളവിരലിന്റെ ഭാഗം കത്തി ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷം അതിലൂടെ ഒഴുകി വരുന്ന രക്തം കൊണ്ടാണ് അവർ മുദ്രണം ചെയ്യുന്നത്. And another custom was to cut their palm like this, and both the parties will cut their palm like this, and blood will be squeezed and both the blood mixed will be flowing together. സാധാരണ മറ്റ് ചില സന്ദർഭങ്ങളിൽ അവർ ചെയ്യുന്നത് രണ്ട് പാർട്ടിക്കാരും അവരുടെ കൈത്തലത്തിന്റെ ഉൾഭാഗം കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തതിനു ശേഷം മുറിച്ചതിന് ശേഷം ഇതുപോലെ കൈകൾ ചേർത്ത് പിടിക്കും. അങ്ങനെ രണ്ടു കൂട്ടരുടെയും രക്തം താഴേക്കൊഴുകി അത് ഒരുമിച്ചൊഴുകി അത് സമന്വയമായിട്ട് താഴേക്കൊഴുകി വരും. This is called blood covenant. ഇതിനെയാണ് രക്ത ഉടമ്പടി എന്ന് വിളിക്കുന്നത്. Here God is coming and he's saying, Abraham, you're so weak. I'm God. I am Almighty God. I'm El Shaddai. You cannot do much things in this covenant. I will do everything. You sleep. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ ഇതാ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ സർവശക്തനായ ദൈവമാകുന്നു. എൻ്റെ സർവശക്തിയും എൻ്റെ ഔന്നത്യവും അനുസരിച്ച് ഞാൻ ഉന്നതനാണ്. എന്നാൽ താഴെയുള്ള നിനക്ക് അതിനനുസരിച്ച് നിലവാരത്തിലേക്ക് കയറി വരാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, എല്ലാ കാര്യവും ഞാൻ അങ്ങ് ചെയ്തേക്കാം, നീ അങ്ങ് ഉറങ്ങിക്കോ. Reaching home, you can read Genesis 15. നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കാൻ മറക്കരുത്. There it is mentioned that Abraham, a deep sleep fell upon Abraham. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അബ്രഹാമിന് ഒരു ഗാഢനിദ്ര ഉണ്ടായി. Just like Adam was sleeping when Eve was brought forth, Abraham is now sleeping.
ഒരിക്കൽ ഏദൻ തോട്ടത്തിൽ ആദാമിന് ഇത്തരത്തിലൊരു ഗാഢനിദ്ര ഉണ്ടായപ്പോൾ അവനകത്ത് നിന്ന് ഹവ്വ പുറത്തു വന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അബ്രഹാമിനും ഒരു ഗാഢനിദ്ര ഉണ്ടായിരിക്കുകയാണ്. But before that, God had asked Abraham to take some animals and some birds and to split them and divide them into two pieces. എന്നാൽ അതിനു മുന്നമേ ചില മൃഗങ്ങളെയും അതുപോലെ തന്നെ ചില പക്ഷികളെയും എടുത്ത് നടുവെ പിളർന്ന് തനിക്ക് യാഗമാക്കുവാനായിട്ട് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടിരുന്നു. And he had cut the pieces there. അവിടെ എല്ലാ കാര്യങ്ങളും താൻ മുറിച്ചു വെച്ചു. In verse number 17, എന്നാൽ 17-ാമത്തെ വചനത്തിൽ when the sun had set, സൂര്യൻ അസ്തമിച്ചു, the darkness had fallen, ഇരുട്ടായ ശേഷം a smoking fire pot with a blazing torch appeared and passed between the pieces. പെട്ടെന്ന് പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. What is happening here? ഇവിടെ എന്താ സംഭവിച്ചത്? God is cutting the covenant. ദൈവം ഇവിടെ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുകയാണ് with Abraham. അബ്രഹാമിനോടൊപ്പം. And for that, God is coming. God is coming in person to cut that covenant. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ദൈവം നേരിട്ടിറങ്ങി വന്നാണ് ഇവിടെ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. In those days, when the two pieces of the animal sacrifice was put there, they used to walk like this in between the pieces in the form of an 8. സാധാരണ രീതിയിൽ അക്കാലങ്ങളിൽ ചെയ്തിരുന്നത് ഈ തരത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം രണ്ട് ഭാഗമായിട്ട് മുറിച്ചു വെച്ചതിന് ശേഷം ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഇത്തരത്തിൽ ഈ രണ്ട് ഭാഗമുള്ള 8ന്റെ ആകൃതിയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. 8 is in the form of infinity. 8 കാണിക്കുന്നത് അത് നിത്യത, അനന്തതയാണ്. Infinity. അനന്തതയാണ്. Here, the fire of God is coming and passing in between the pieces of the sacrificial animal. എന്നാൽ ഇവിടെ നാം നോക്കുക, പുകയുന്ന ഒരു തീച്ചൂള, കത്തുന്ന ഒരു പന്തം പോലെ ഒന്ന്, ദൈവത്തിന്റെ തീ 8ന്റെ ആകൃതിയിൽ ഇപ്പോൾ ഈ മുറിച്ചു വെച്ച മൃഗങ്ങളുടെ ഇടയിലൂടെ ചലിക്കുകയാണ്. Abraham is sleeping helpless. ഇപ്പോൾ അബ്രഹാം നിസ്സഹായനായി കിടന്നുറങ്ങുകയാണ്. He has no part in taking the covenant. ഈ ഉടമ്പടിയിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒന്നും അവന് ചെയ്യാൻ സാധിക്കുന്നില്ല. Because God is so superior. കാരണം ദൈവം പരമോന്നതനാണ്. ഇവിടെ നോക്കിയേ, നല്ലൊരു പണക്കാരനായ ഒരാളെ കൂടി, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ കൂടി നിങ്ങൾ ഹോട്ടലിൽ പോയി, നന്നായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു, അയാളും ഭക്ഷണം കഴിച്ചു, നിങ്ങൾ ബില്ല് കൊടുക്കാൻ മുതിരൂ? ഞാൻ കൊടുത്തോളാം അല്ലേ? കാശുള്ള ആൾ എന്താ പറയുന്നത്? ഡോണ്ട് ബോദർ, ഞാൻ കൊടുത്തോളാം, മൊത്തം ഞാൻ ബില്ല്. ഇല്ല, ജ്യൂസിൻ്റെ പൈസയെങ്കിലും ഞാൻ കൊടുത്തു, അച്ചാറിൻ്റെ പൈസയെങ്കിലും. നിൻ്റെ അച്ചാറിൻ്റെ പൈസയും വേണ്ട, ജ്യൂസിൻ്റെ പൈസയും വേണ്ട, ടൂത്ത് പിക്കിൻ്റെ പൈസയും വേണ്ട, ഫുൾ ഞാൻ പേ ചെയ്തോളാം. കർത്താവ് പറയുന്ന, അബ്രഹാമേ, മുഴുവൻ ഞാൻ ചെയ്തോളാം. ദൈവം തന്നെ തീയായി വന്ന് ഈ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിന് നടുവിലൂടെ ദൈവത്തിന്റെ തീയ ഒരു തീച്ചൂള പോലെ ഒരു കാഴ്ച കടന്നുപോയി. And Abrahamic covenant was established. അവിടെ അബ്രഹാമിന്റെ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. Hallelujah. This is what happened on the cross of Calvary also. ഇത് കാൽവരി ക്രൂശിലും സംഭവിച്ച കാര്യമാണ്. The day before, Jesus took the cup and he said, "This is a new covenant in my blood." അതിനു മുന്നമേ യേശു കർത്താവ് അപാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. You don't need to mix your blood. Peter, I will pour my blood full. പത്രോസേ, നീ എനിക്ക് വേണ്ടി ചാകാനൊന്നും നിൽക്കണ്ട, നിന്റെ രക്തം ചിന്തേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിനക്ക് വേണ്ടി യാഗമാകാൻ പോകുകയാണ്. I will pour
all of my blood. എന്റെ മുഴുവൻ രക്തവും ഞാൻ നിങ്ങൾക്കായി ചിന്തുവാൻ പോകുകയാണ്. Hallelujah. Hallelujah. And I believe when Jesus was hanging on the cross, അതിനുവേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തൂങ്ങി. the fire of God came down. ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി വന്നു. Hallelujah. Hallelujah. Similar to that situation. അതേപോലുള്ള സിറ്റുവേഷനിൽ. Hallelujah. Hallelujah. That was the fire that went between the animal, the pieces of animal was not a natural fire. ഓർക്കുക, ഇവിടെ ആ മൃഗങ്ങളുടെ ശരീരങ്ങളുടെ മേൽ ഇറങ്ങി വന്ന ആ തീ നമ്മൾ കണ്ടില്ലായിരുന്നോ? തീച്ചൂള. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭൂമിയിലെ തീ അല്ലായിരുന്നു. It was a heavenly fire. അതൊരു സ്വർഗീയ തീയായിരുന്നു. It was God himself. അത് ദൈവം തന്നെയായിരുന്നു. God is fire. ദൈവം തീയാകുന്നു. Everybody. ദൈവം തീയാകുന്നു. പറഞ്ഞേ, ദൈവം. Hallelujah. ഹല്ലേലൂയ. ആരെങ്കിലേക്ക് അടുത്ത് ആരെങ്കിലേക്ക് ഉള്ളിൽ ഇങ്ങനെ തണുത്തിരിക്കുകയാണ് ആത്മീയമായി. ബ്രദറെ, ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ഭയങ്കരമായി തണുത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ ഉള്ളിൽ തീയില്ലെന്നാണ്. ഇന്ന് നിനക്ക് ആ തീ കിട്ടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫ്രീസറിലിരിക്കുന്ന ചിക്കൻ എങ്ങനെ ഇരിക്കുന്നത്? ഫ്രീസറിലിരിക്കുന്ന ചിക്കനെ കണ്ടിട്ടുണ്ട് എല്ലാവരും? അതിങ്ങനെ പിടിച്ച്. അങ്ങനത്തെ വിശ്വാസികളെ നമുക്ക് വേണ്ട. ഫ്രീസറിലിരിക്കുന്ന ചിക്കൻ തൊട്ടാലോ ആരെങ്കിലും തിന്നുവോ? God wants firebrand believers. ദൈവത്തിന് തീ കൊണ്ട് കത്തുന്ന വിശ്വാസികളെയാണ് വേണ്ടത്. Hallelujah. How many of you know that there is fire in heaven? സ്വർഗ്ഗത്തിൽ തീയുണ്ട് എന്ന കാര്യം നിങ്ങൾ എത്ര പേർക്ക് അറിയാം? അമ്മച്ചി, നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ മാത്രമല്ല തീയുള്ളത്, സ്വർഗത്തിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ തീയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ 7 തീജ്വാലകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിനുശേഷം സമയമില്ല, സമയം പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നത് തീക്ക് സമാനമായ സിംഹാസനത്തിൽ, ഒരു ഫയറി ആയിട്ടുള്ള ഒരു സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നു. അവന്റെ മുമ്പിൽ നിന്ന് ഒരു അഗ്നി നദി പുറപ്പെടുന്നു. എല്ലാവരും പറഞ്ഞ സ്വർഗത്തിൽ തീയുണ്ട്. സ്വർഗത്തിൽ തീയുണ്ട്. കാര്യങ്ങൾ ഉയർത്തി പറ, സ്വർഗത്തിൽ തീയുണ്ട്. ഐസ്ക്രീം അല്ല അവിടെ വിളമ്പുന്നത്, സ്വർഗത്തിൽ തീയുണ്ട്. സ്വർഗത്തിൽ തീയുണ്ട്. പറഞ്ഞേ, സ്വർഗത്തിൽ തീയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ നിന്ന് ഒരു 120 ഫ്ലെയിംസ് പെന്തക്കോസ്ത് നാളിൽ താഴോട്ട് പോകും. ആമേൻ. 7 ആത്മാക്കളായി 7 തീ പന്തങ്ങൾ, 7 വിളക്കുകൾ അവൻ്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞു. നീ നദി ഒഴുക, ഇതെല്ലാം ഫ്ലെയിമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അവിടെ 125 പേരുണ്ടായിരുന്നെങ്കിലോ? 125 ഫ്ലെയിം അവിടെ നിന്ന് പോകുന്നേനെ. ആമേൻ. ഇവിടെ ഇപ്പം എത്ര പേരുണ്ടെന്ന് നോക്കി? 75 പേര്. ഇനി അവിടെ എത്ര പേരുണ്ടെന്ന് നോക്കി? ഓൺലൈനിൽ ആ വീട്ടിലിരിക്കുന്നുണ്ടോ? എല്ലാവർക്കുമുള്ള ഫ്ലെയിം, അഗ്നിജ്വാല സ്വർഗത്തിൽ നിന്നും പോന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് വേണ്ടെങ്കിൽ അത് തിരിച്ചു പോകും. എത്ര പേര് പറയും, കർത്താവേ എനിക്ക് അഗ്നിജ്വാല വേണമെന്ന് പറയുന്ന എത്ര പേര്? എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അത് വേറെ ആർക്കും കൊടുക്കരുത്, അത് നിന്റെ സ്വന്തമാ. ഒരുപക്ഷെ ആ ഫ്ലെയിമിൽ നിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും. കാരണം നിനക്ക് വേണ്ടി ലേബൽ ചെയ്ത്, നിനക്ക് വേണ്ടി ടാഗ് ചെയ്ത്, നിനക്ക് വേണ്ടി സീൽ ചെയ്ത്, നിനക്ക് വേണ്ടി മാത്രമാക്കി മാറ്റിവെച്ചിരിക്കുന്ന ഒരു അഗ്നിജ്വാലയുണ്ട്. ആ ജ്വാലയില്ലാത്ത വിശ്വാസികളെ സാത്താന് വലിയ പേടിയൊന്നുമില്ല. നമ്മുടെ കൂടെ, നമ്മുടെ പാർട്ടി തന്നെയല്ല, ഇങ്ങോട്ട് പോരാൻ പറയും. പക്ഷെ ജ്വാലയുള്ള വിശ്വാസിയുടെ അടുക്കലേക്ക് തീക്കട്ടയെ ഉറുമ്പരിക്കാത്തതുപോലെ നിന്റെ അകത്ത് ജ്വാലയുണ്ടെങ്കിൽ ഒരു കൊച്ചു പിശാചിന് പോലും നിന്നെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാൻ പോലും സാധ്യമല്ല. അത്രയ്ക്ക് നിന്നെ ഭയമായിരിക്കും.